എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 11 ശ്ലോകം 32 മുതൽ 40 വരെ 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. സാധുക്കളെ കണ്ടാൽ എങ്ങനെയാണ് തിരിച്ചറിയുക? ഭഗവാനെ പറഞ്ഞു തരണേ എന്നാണ് ഉദ്ധവന്റെ ചോദ്യത്തിന്. സജ്ജനങ്ങളെ പറ്റിയിട്ട്, ഉത്തമനായുള്ള സജ്ജനത്തെ പറ്റിയിട്ട് ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ആസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 32. ആജ്ഞായൈവം ഗുണാൻ ദോഷാൻ മയാദിഷ്ടാനഭിസ്വകാൻ ധർമാൻ സന്ധ്യഞ്ജയ സർവാൻ മാം ഭജേത സസത്തമ. വേദസ്വരൂപിയായ ഞാൻ ലോകരക്ഷയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ധർമാധർമ്മങ്ങളെയും തന്നിമിത്തമുള്ള ഗുണദോഷങ്ങളെയും നന്നായി അറിഞ്ഞിരിക്കുന്നവൻ തന്നെ. എങ്കിലും ഭക്തിദാർഢ്യം നിമിത്തം ധർമാധർമ്മ വിഷയത്തിൽ പ്രവർത്തിക്കാനുള്ള മനസ്സ് പുറത്തേക്ക് സഞ്ചരിക്കാത്ത ഹേതുവാൽ സർവധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്നവൻ സത്തുക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാകുന്നു. നാനാത്വ ബുദ്ധിയുള്ളവനാണ് ധർമാധർമ്മങ്ങൾക്ക് അധികാരി. ഭക്തി നിമിത്തം കാണുന്നതെല്ലാം ഈശ്വരനായിരിക്കുന്നു എന്ന ബുദ്ധി ഉറച്ചവൻ കർമ്മത്തിനു തന്നെ അധികാരിയല്ലാത്തതിനാൽ അവൻ നിമിത്തം ലോകത്തിന് യാതൊരു ബാധയും ഉണ്ടാവാതെ അവകാശമില്ലാത്തതിനാലും അവൻ സർവധർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അർജുനന് ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഇരിക്കാൻ തക്ക വിധം അഗാധമായ ആനന്ദത്തിൽ മനസ്സ് മഗ്നമായിരിക്കുന്നവൻ സാധു എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. ജ്ഞാത്വാധയേ വൈമാം യാവാൻ യശ്ചാസ്മി യാദ്യശ ഭജന്ത്യനന്യഭാവേന തേ മേ ഭക്തതമാമതാ. എന്റെ പരമാർത്ഥ തത്വം അറിഞ്ഞിട്ടോ അറിയാതെയോ ഏകാന്ത ഭക്തിയോടുകൂടി ആരെന്നെ ഭജിക്കുന്നു അവർ ഭക്തന്മാരിൽ വെച്ച് ഉത്തമന്മാരാണെന്ന് എനിക്ക് സമ്മതമാണ് പറയുന്നത്. മല്ലിംഗമൽഭക്തജനദർശന സ്പർശനാർച്ചനം പരിചര്യാസ്തുതി പ്രക്വ ഗുണകർമാനുകീർത്തനം. ആ സാധുവിന്റെ ലക്ഷണം അങ്ങനെ വിവരിച്ചതിന് ശേഷം ഭക്തി ലക്ഷണം 8 ശ്ലോകങ്ങൾ കൊണ്ട് പറയുകയാണ്. എന്റെ പ്രതിമകളെയും എന്നെ ഭജിക്കുന്നവരെയും കാണുക, സ്പർശിക്കുക, പൂജിക്കുക, ശുശ്രൂഷിക്കുക, സ്തുതിക്കുക, വണങ്ങുക, ഗുണകർമ്മങ്ങളെ കീർത്തിക്കുക. പിന്നെയോ മൽക്കഥാശ്രവണേ ശ്രദ്ധ മദനുധ്യാനം ഉദ്ധവ സർവലാഭോപഹരണം ദാസ്യേനാത്മനിവേദനം. എന്റെ കഥ കേൾക്കുന്നതിൽ ശ്രദ്ധ, എന്റെ സ്വരൂപത്തെ ധ്യാനിക്കുക, ഇഷ്ടമുള്ള സകല പദാർത്ഥങ്ങളും എനിക്കായിക്കൊണ്ട് സമർപ്പിക്കുക, എന്റെ ദാസൻ എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി തനിക്കുള്ള സർവത്തെയും തന്നെയും എനിക്കായിക്കൊണ്ട് സമർപ്പിക്കുക. മജ്ജന്മ കർമ്മകഥനം മമ പർവാനുമോദനം ഗീതതാണ്ഡവവാദിത്ര ഗോഷ്ഠീഭി മൽഗൃഹോത്സവ. ഞാൻ ചെയ്ത അവതാരങ്ങളെയും അപ്പോൾ ചെയ്ത ലീലകളെയും കീർത്തിക്കുക. എന്റെ ജന്മാഷ്ടമി ദിവസത്തെ ഉത്സവരൂപേണ കൊണ്ടാടുക. പാട്ട്, കളി, വാദ്യഘോഷം, വിദ്വൽ സമ്മേളനം ഈ വക നിയമിച്ച് എന്റെ ക്ഷേത്രോത്സവം നടത്തുക. യാത്രാ ബലിവിധാനം ച സർവവാർഷിക പർവസു വൈദികീ താന്ത്രികീ ദീക്ഷ മദീയവ്രതധാരണം. എന്റെ പ്രതിമ എഴുന്നള്ളിച്ച് സാധാരണക്കാർക്ക് ഭക്തി ജനിപ്പിക്കുക, പുഷ്പാദികളെ എനിക്ക് സമർപ്പിക്കുക, കൊല്ലംതോറുമുള്ള ഏകാദശി, വാവ് മുതലായ വിശേഷ ദിവസങ്ങളിൽ ഉത്സവം നടത്തുക, വേദത്തിലും തന്ത്രത്തിലും നിശ്ചയിച്ച ദീക്ഷകൾ നടത്തുക, ഏകാദശിയാദി വ്രതങ്ങൾ അനുഷ്ഠിക്കുക. മമാർച്ച സ്ഥാപനേ ശ്രദ്ധ സ്വത
സംഹത്യ ചോദ്യമ ഉദ്യാനോപവനാ ക്രീഡപുരമന്ദിര കർമ്മണി. എന്റെ ബിംബം പ്രതിഷ്ഠിച്ച് ക്ഷേത്രാദികൾ സ്ഥാപിക്കുന്നത് ശ്രദ്ധിക്കുക. താനേ തന്നെ ചെയ്യാൻ ധനസമൃദ്ധിയില്ലെങ്കിൽ സംഘം ചേർന്ന് ചെയ്യുക. പുഷ്പപ്രധാനങ്ങളായും ഫലപ്രധാനങ്ങളുമായുള്ള ചെടികളും വൃക്ഷങ്ങളും നട്ടുവളർത്തി സംരക്ഷിക്കുക. കളിക്കാനും താമസിക്കാനും പലർക്കും ഉപകരിക്കുന്ന സ്ഥലങ്ങൾ എന്റെ പ്രീതിക്കായി നിർമ്മിക്കുക. സമ്മാർജനോബലേവാഭ്യാം സേകമണ്ഡലവർത്തനേ ഗൃഹശുശ്രൂഷണം മഹ്യം ദാസവത് യത് അമായയാ. ഫലകാംക്ഷ എന്ന കപടം ലേശമില്ലാതെ, ഫലം കിട്ടണം എന്നുള്ള ആഗ്രഹം ഇല്ലാതെ ദാസഭാവത്തോടുകൂടി ക്ഷേത്രം അടിച്ചു ശുദ്ധമാക്കുക, ചാണകവെള്ളം തളിക്കുക, കോലമിടുക, ചിത്രം എഴുതുക, ഇങ്ങനെയൊക്കെ ക്ഷേത്രം അലങ്കരിക്കുക. എനിക്ക് സന്തോഷം ചെയ്യുന്നവയായ സർവ വ്യാപാരങ്ങളും ദാസനെ പോലെ നടത്തുക. അമാനിത്വമദംഭിത്വം കൃതസ്യാപരികീർത്തനം അഭിദീപാവലോകം മേ നോപയുഞ്ജാനിവേദിതം. അങ്ങനെ ഉള്ള പ്രവൃത്തികളൊക്കെ ചെയ്ത് ഞാൻ ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാണ് എന്ന് അഭിമാനിക്കാതെയും തന്നെത്താൻ പ്രശംസിക്കാതെയും താൻ ചെയ്ത സൽപ്രവൃത്തികൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറയാതെയും ഇരിക്കുക. ധർമ്മക്ഷരതി കീർത്തനാൽ. ചെയ്ത ധർമ്മം പറയുന്നത് കൊണ്ട് ഫലം നശിക്കുക ചെയ്യാം. എനിക്കായി സമർപ്പിച്ച വസ്തുക്കളിൽ പിന്നെ തന്റേതാണെന്നുള്ള വിചാരം ഒട്ടുമില്ലാതിരിക്കുക. ഭക്തിപൂർവം തച്ചിഷ്ടം അനുഭവിക്കുന്നതിന് വിരോധമില്ല. ഷഡ്ഭിർ മാസോപവാസേസ്തു തൽഫലം പരികീർത്തിതം വിഷ്ണോർ നൈവേദ്യ സിദ്ധേന പുണ്യം തൽ ഭുഞ്ചതാം ഫലവും. 6 മാസം ഉപവാസം ഇരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പുണ്യഫലം കലിയുഗത്തിൽ വിഷ്ണു നൈവേദ്യ ഭോജനത്താൽ സിദ്ധിക്കും എന്നും ഹൃദിരൂപം മുഖേ നാമ നൈവേദ്യമുദരേ ഹരേ പാദോദകം ച നിർമാല്യം മസ്തകേ യസ്യ സോച്യുത. ഹൃദയത്തിൽ വിഷ്ണു രൂപം, മുഖത്തിൽ വിഷ്ണുനാമം, വയറ്റിൽ വിഷ്ണു നൈവേദ്യം, ശിരസിൽ തീർത്ഥവും നിർമാല്യവും വഹിച്ചിരിക്കുന്നവൻ മഹാവിഷ്ണു തന്നെ. അവൻ പിന്നെ ജനന മരണ കഷ്ടത്തിലകപ്പെട്ട് നശിക്കാത്തവൻ എന്നും പ്രമാണങ്ങളുള്ളതിനാൽ നൈവേദ്യത്തെ സ്വീകരിക്കരുതെന്ന് നിഷേധിച്ചിട്ടില്ല. പക്ഷേ സത്വാഭിമാനം, തന്റേതെന്നുള്ള വിചാരം പാടില്ല. അത്രയേ ഉള്ളൂ. അന്യദേവന്മാർക്ക് നിവേദിച്ചത് എനിക്ക് നിവേദിക്കാനും പാടില്ല. എനിക്ക് നിവേദിച്ചത് മറ്റു ദേവന്മാർക്ക് നിവേദിക്കുന്നതിൽ ദോഷമില്ല. വിഷ്ണോർ നിവേദിതാനേന യഷ്ടവ്യം ദേവതാന്തരം പിതൃഭ്യശ്ചൈവ തദ്ദേയം തദാനന്ദ്യായ കൽപ്പതേ. പിതൃശേഷം തു യോ ദദ്യാൽ ഹരയേ പരമാത്മനെ രേതോധാ പിതരസ്തസ്യ ഭവന്തി ക്ലേശഭാഗിന. വിഷ്ണു നിവേദിത്താൽ പിതൃദേവന്മാരെ പൂജിച്ചാൽ അനന്ത ഫലമുണ്ട്. പിതൃദേവാദികൾക്ക് നിവേദിച്ച പദാർത്ഥങ്ങളാൽ വിഷ്ണു പൂജ ചെയ്താലോ മഹാപാപമാണ് ഫലം. അതുകൊണ്ട് മേ നോപയുഞ്ജാൻ നിവേദിതം. അന്യർക്ക് നിവേദിച്ചത് എനിക്ക് നിവേദിക്കരുത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ബാക്കിയുള്ള ശ്ലോകങ്ങളെ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.